സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നിയമാവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം 46-47 ലിഖിതങ്ങൾ നമ്മൾ എടുത്ത് വായിച്ച് നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും ബൈബിളൊക്കെ എടുത്ത് നമുക്ക് ഒരുമിച്ച് ഈ ദൈവവചനം വായിക്കാം. 32-ന്റെ 46-47 തിരുലിഖിതങ്ങൾ. നിയമാവർത്തനം 32-ന് 46-47 തിരുലിഖിതങ്ങൾ. വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണ്. നമുക്ക് വചനം ഒരുമിച്ച് വായിക്കാം. എല്ലാവരും ഒരുമിച്ച്. ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. ദൈവത്തിന് വചനം പറയുകയാണ്, ദൈവവചനം നിസാരമായ കാര്യമല്ല, അത് നിങ്ങളുടെ ജീവനാണ്. നമ്മൾ വചനം വായിക്കാനും വചനം കേൾക്കാനും വചനം വിശ്വസിക്കാനും ഏറ്റുപറയാനും എല്ലാം തയ്യാറാകുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കിട്ടും. നമ്മുടെ ജീവനായിട്ട് വചനം മാറും. ഞാനൊരു സാക്ഷ്യം വായിച്ച് കേൾപ്പിക്കാം. ഈ ദിവസങ്ങളിൽ സംഭവിച്ച സിസിലി എന്ന് പറയുന്ന ഒരു സഹോദരി അയച്ചു തന്ന ഒരു സാക്ഷ്യമാണ്. ഞങ്ങളുടെ മകൻ ജോസഫ് മൈക്കിൾ ഓഗസ്റ്റ് 16-ാം തീയതി രാത്രി മുതൽ പനി അവൻ ആരംഭിച്ചു. തുടർന്ന് മരുന്ന് കൊടുത്തെങ്കിലും രാത്രി എല്ലാം നല്ല പനിയായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ബുധനാഴ്ച വരെ നോക്കാം, മരുന്ന് കഴിക്കാൻ പറഞ്ഞു, എന്നിട്ട് ടെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. തിരിച്ചയച്ചു. ഞായറാഴ്ച രാത്രി എല്ലാം ഭയങ്കര പനിയും ചുമയുമായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് വീണ്ടും തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ചെസ്റ്റിൽ കൺജഷനും അതുപോലെ തന്നെ ടെസ്റ്റിൽ കൺജഷൻ ഉണ്ടെന്നും വേഗം എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എക്സ്റേ എടുത്തപ്പോൾ മൈൽഡായിട്ട് ന്യൂമോണിയ ഉണ്ടെന്നും വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം 6:15 വരെ കുഞ്ഞ് നിർത്താതെ ചുമയ്ക്കുകയും കരയുകയുമായിരുന്നു. കുറേ മരുന്നുകളും നെബുലൈസേഷൻ നൽകിയിട്ടും കുറവായിരുന്നില്ല. രാത്രി മുഴുവനും ചുമ തുടർന്നുകൊണ്ടും അതുപോലെ തന്നെ ശ്വാസം കിട്ടാൻ തടസ്സം അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നെഹെമിയ മിഷൻസിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ഇവിടെ നിന്ന് ദൈവവചനം ജെറമ്യ 17:14 ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബുധനാഴ്ച തന്നെ ചുമ കുറയുകയും ചെയ്തു. വ്യാഴാഴ്ച വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോൾ മോന് നല്ല ആശ്വാസമുണ്ട്, സൗഖ്യമുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ സാക്ഷ്യത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ: നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഡോക്ടർ നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വചനം പറഞ്ഞ് യെരമ്യ 17:14 വചനം ആവർത്തിച്ച് പറയുകയാണ്. ജപമാലയിൽ മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ വലിയ വിടുതൽ കിട്ടി, സൗഖ്യം കിട്ടി, ഡിസ്ചാർജ് ആയെന്ന് പറയാണ്. യെരമ്യ 17:14 വചനവും നോക്കാം. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനായി മാറും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അപ്പം ദൈവത്തിന് വചനം പറയുകയാണ്, കർത്താവേ എന്നെ സൗഖ്യപ്പെടുത്തണമേ, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞ ഈ വചനം ഏറ്റു പറഞ്ഞപ്പോൾ യെരമ്യ 17:14 വചനം ഏറ്റു പറയുന്നതിലൂടെ വചനത്തിൻ്റെ ശക്തി, ഈശോയുടെ ശക്തി ഒരു കുഞ്ഞിൽ കടന്നു വരികയാണ്.
ആ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന രോഗപീഠകൾ അപ്പോൾ തന്നെ വിട്ടുമാറുന്നു, സൗഖ്യം നൽകുകയാണ്. അപ്പം അതുകൊണ്ടാണ് നിയമാവർത്തനം 32-ന്റെ 46-47 നമ്മൾ വചനങ്ങൾ വായിച്ചത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വാക്കുകൾ ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ നിങ്ങൾ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ അത് നിസ്സാര കാര്യമല്ല, അത് നിങ്ങളുടെ ജീവനാണ്. നമുക്ക് വലുതേരുമേർത്തി ഈ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് നമുക്ക് വലിയ ഒരു പ്രാധാന്യം നൽകി, നമ്മുടെ ജീവനായ വചനം, സൗഖ്യമായ വചനം, നമ്മെ രക്ഷിക്കുന്ന വചനം, ഉന്മേഷത്തിലേക്കും അതുപോലെ തന്നെ ഐശ്വര്യത്തിലേക്കും നയിക്കുന്ന ഈ വചനം ഏറ്റുപറഞ്ഞ് കർത്താവിനെ ആരാധിക്കാം. ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണ്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ദൈവത്തിന്റെ വചനം നിസാരമായ ഒരു കാര്യമല്ല, അത് നമ്മുടെ ജീവനാണ്. നമ്മൾ ജീവനെ കാത്തു സംരക്ഷിക്കുന്നത് പോലെ ദൈവവചനത്തെ വിശ്വസിക്കാനും അത് കാത്തു സൂക്ഷിക്കാനും അതനുസരിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമ്മുടെ ജീവിതം ഈ ലോക ജീവിതങ്ങളെ ക്രമപ്പെടുത്തും. അപ്പോൾ ഈ ലോക ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ എല്ലാം നമ്മൾ തരണം ചെയ്യാൻ ദൈവവചനത്തെ നമ്മൾ ആശ്രയിക്കണം. നമുക്കറിയാം, ഇന്ന് ഏത് കാര്യം പറഞ്ഞാലും എല്ലാം ഗൂഗിൾ നോക്കുന്നവരാണ്. കുട്ടികളെ ഏത് കാര്യം വന്നു ഒരു ഗൂഗിൾ നോക്കണം. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ ഞാനൊരു ചേച്ചിയോട് ചോദിച്ചു, ഈ ഒരു കറി ഉണ്ടാക്കുന്ന കാര്യം. ആ കറി എന്താണെന്ന് അതിൻ്റെ പേരൊന്നും മറന്നുപോയി. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്താ വെച്ചാൽ കുഴപ്പമില്ല, ഗൂഗിൾ നോക്കിയാൽ മതി, അത് ഈ ചേട്ടനോട് ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്ന് പറഞ്ഞു. അതുപോലെ ഒരു ഗസ്റ്റ് വന്നു, അന്ന് വെജിറ്റബിൾ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ക്ലാസ് എടുക്കാൻ വന്ന അച്ഛൻ വെജിറ്റബിൾ അങ്ങനെയുള്ള കാര്യം ഉപയോഗിക്കുള്ളൂ. അപ്പം അച്ഛൻ എന്നാൽ ഒരു നല്ലൊരു കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച സാധനം ഉണ്ടാക്കാനായിട്ട് എനിക്കറിയത്തില്ല, പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നൊരു ചേച്ചിയോട് ചോദിച്ചു, പ്രാർത്ഥിക്കാമെന്ന് ചേച്ചിയോട്, ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്താ, എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ ഗൂഗിളിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയാണ്, സാധാ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിളിനെ റെഫർ ചെയ്തുകൊണ്ട് എല്ലാ കാര്യം ചെയ്യും. ഇപ്പോൾ ഒരു വഴി എങ്ങോട്ടേലും പോയി വഴി തടസ്സമുണ്ടെങ്കിൽ, വഴി അറിയത്തില്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടു അങ്ങനെ അങ്ങോട്ട് പോയി. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഏത് കാര്യത്തിലും ഇന്ന് യുവാക്കന്മാർ ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഡോക്ടർമാർ വല്ല മരുന്ന് കൊടുത്താലും രോഗികൾ അത് അടിച്ചു നോക്കും, ഇത് എനിക്ക് വല്ല ഹാനികരമായ കാര്യമാണ്. അപ്പം ഇങ്ങനെ എല്ലാം ഇന്ന് ഗൂഗിളിനെ നോക്കുന്നൊരു കാലഘട്ടത്തിലാണ്. ഇപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം പറയുന്ന കാര്യം ഇതാ, ഈ ദൈവവചനങ്ങൾ നിന്റെ ജീവിതത്തിൽ നിസാരമായ കാര്യമല്ല. നിയമാവർത്തനം 36-47 പറയാം, ഇത് നിസാരമായ കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. ഇത് നിങ്ങളുടെ ജീവനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ റെഫർ ചെയ്യേണ്ട ഒരു ഗ്രന്ഥമായി നമ്മൾ മാറ്റേണ്ടത് ദൈവവചനമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ, നമ്മൾ റെഫർ ചെയ്യേണ്ട ഒരു റെഫറൻസ് ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും നയിക്കാൻ ഈ ദൈവവചനത്തെ ഒരു റെഫറൻസ് ഗ്രന്ഥമായി വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാ. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ വലതുകരമുയർത്തി ഹല്ലേലൂയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാ, ഈ ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഇപ്പം എല്ലാവരുടെയും കയ്യിൽ ദൈവവചനം ഇരിപ്പുണ്ട്, ബൈബിളുണ്ട്. ഈ ദൈവവചനം എന്ന് പറയുന്നത് എന്താണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 14:24 പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:26 എങ്ങനെയാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഒരു റെഫറൻസ് ഗ്രന്ഥമായി മാറുന്നത്, അതുപോലെ തന്നെ അതിൽ വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹം എവിടുന്നാണ് കിട്ടുന്നത്, ആരാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 14:24 നമുക്ക് വായിക്കാം. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്.
നമുക്ക് രണ്ടാം ഭാഗം വായിക്കാം. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. അപ്പൊ ഈ ദൈവവചനം ആരുടെയാ? പിതാവിന്റെ. ഈ ദൈവവചനം ആരുടെയാ? ഈ ബൈബിൾ ആരുടെയാ? ഇത് പിതാവായ ദൈവത്തിൻ്റെയാണ്. പിതാവായ ദൈവത്തിൻ്റെ വചനമാണിത്. അപ്പോൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവവചനത്തെ ആശ്രയിക്കുമ്പോൾ, അതൊരു റെഫറൻസ് ഗ്രന്ഥമായി നമ്മൾ മാറ്റുമ്പോൾ, ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയ. അപ്പൊ ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ആരാ? പിതാവായ ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനങ്ങളാണ്, പിതാവിൻ്റെ വാക്കുകളാണ് ഈ ബൈബിളിലുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സഭയ്ക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 104 ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓരോ വിശ്വാസിയും ദൈവവചനത്തെ ഏത് വിധത്തിൽ മനസ്സിലാക്കണമെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 104 ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കുകയും അവരോട് സംസാരിക്കാനും വരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പൊ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും വരുന്നു. അപ്പം പിതാവായ ദൈവം നമ്മെ സന്ദർശിക്കുന്നതാണ് ഈ ദൈവവചനം. അതുപോലെ തന്നെ പിതാവായ ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് ഈ ദൈവവചനം. അങ്ങനെയെങ്കിൽ ഈ ദൈവവചനം നമ്മൾ ഏതെങ്കിലും മൂലയിൽ വെക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു പ്രാധാന്യമുള്ള നിധിയായി നമ്മൾ കരുതണം. പിതാവായ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. പിതാവായ ദൈവം നമ്മെ സന്ദർശിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. അപ്പം ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇത് മക്കളെ പഠിപ്പിക്കണം. ഇത് നമ്മൾ മക്കളെ പഠിപ്പിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കണം. പിതാവായ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഈ ദൈവവചനത്തിലൂടെയാണ്. പിതാവായ ദൈവം നമ്മോട് സന്ദർശനം നടത്തി നമ്മോട് സൗഹൃദം പുതുക്കുന്നത് ഈ വചനത്തിലൂടെയാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ദൈവവചനം വായിക്കാൻ അരമണിക്കൂർ സമയം എടുക്കണം എന്നൊക്കെ പറയുന്നില്ലേ? ഞാൻ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. ഞാൻ ഈ അടുത്ത കാലത്ത് ഇവിടെ വരുന്ന ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. 3ലും 4ലും 2ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വരും. ഞാൻ ഇവരോട് പറയും, ഇവരുടെ മാതാപിതാക്കന്മാരോട് പറയും, ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ദൈവവചനം പറയും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം, മലയാളം അറിയത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇംഗ്ലീഷിലെ ഒരു ദൈവവചനം പറയും. അത് അവരെ കൊണ്ട് പറയിച്ചിട്ട് ഈ കുട്ടിയോട് പറയും, അമ്മയോടോ അല്ല അപ്പനോട് പറയും, ഇത് നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പം ഇത് ഒരു ബുക്കേൽ എഴുതണം. ഒരു ബുക്കേൽ എഴുതി ഇവരെ കാണാതെ പഠിപ്പിക്കണം. പഠിപ്പിച്ചിട്ട് ഇതെനിക്ക് വാട്സപ്പിൽ അയച്ചു തരണമെന്ന് പറയും. ഇപ്പം ഇങ്ങനെ അനേകം കുട്ടികൾ ഇപ്പം എനിക്ക് വാട്സപ്പിൽ അവരുടെ മാതാപിതാക്കന്മാർ അത് എഴുതുന്നു. ആ ബൈബിൾ എഴുതിയ ദൈവവചനം ബുക്കിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയക്കുന്നു. അതുപോലെ അവരെ കൊണ്ട് പറയിച്ച വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തരുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അവരുടെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ ഈ ദൈവവചനം ജീവൻ നൽകുന്നതാണെന്നും പിതാവായ ദൈവം സന്ദർശിക്കുന്നതാണെന്നും പിതാവായ ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് എന്ന് നമ്മുടെ കുട്ടികൾ ബാല്യം മുതലേ പഠിച്ചില്ലെങ്കിൽ ഇന്ന് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. തെറ്റായ കാര്യങ്ങൾ ഇന്നത്തെ കുട്ടികളുടെ ജീവിതങ്ങൾ, അടുത്ത കാലത്തൊക്കെ പല സംഭവങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആകുലതയുണ്ട്. അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികളെ ഇത് പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. ചെറിയ കുട്ടികളെ ഇത് പഠിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്ന് ഈ 6ലും 7ലും 8ലും ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലെ പ്രണയങ്ങളാണ് നാളെ ഇവർ ഒളിച്ചു വെച്ച് അത് ഒരു സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോൾ അന്യമതസ്ഥരെ കെട്ടിപ്പോകാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പം ദൈവവചനം അവരുടെ ഹൃദയത്തിൽ കയറുന്നില്ല. തെറ്റായ പ്രണയബന്ധങ്ങളും സാഹചര്യങ്ങളും അടുപ്പങ്ങളും അവരുടെ ജീവിതത്തിൽ ഒളിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നൊരു കാലം വരുമ്പോൾ അവർ ദൈവത്തെയും യേശുവിനെയും സഭയെയും കൂദാശ ജീവിതങ്ങളെയും നിത്യജീവിതത്തെല്ലാം അപകടപ്പെടുത്തി അവർ ദൈവത്തെ ഉപേക്ഷിച്ച് സഭയെ ഉപേക്ഷിച്ച് വേറെ ബന്ധങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു വേറെ മതം മാറി കെട്ടി അതിനെന്താ കുഴപ്പമെന്ന് ചിന്തിക്കും?
പലരും പറയും അതിനെന്താ കുഴപ്പമെന്ന് പറയും. ഒരു ജനറേഷൻ ഇല്ലെന്നാവുകയാണ്. യേശുവിനെ വിട്ട്, സഭയെ വിട്ട്, ദൈവത്തെ വിട്ട്, പിതാവായ ദൈവത്തെ വിട്ട്, പരിശുദ്ധാത്മാവിനെ വിട്ട്, കൂദാശ ജീവിതത്തെ വിട്ട്, നിത്യജീവിതത്തിൻ്റെ വഴികളിൽ നിന്നും അകന്നു പോകുന്ന അനേകം മക്കൾ ഈ കാലഘട്ടത്തിൽ പെരുകുമ്പോൾ ഈ ദൈവവചനങ്ങൾ, പിതാവായ ദൈവം നമ്മോട് സംസാരിക്കുന്നതും നമ്മെ സന്ദർശിക്കുന്നതും നമ്മോട് സന്ദർശനം നടത്തി നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള വഴിയാണ് എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അനേകം മക്കൾ വഴി തെറ്റുന്നുണ്ടെങ്കിൽ ദൈവവചനം പാലിക്കാത്തത് കൊണ്ടും പഠിപ്പിക്കാത്തത് കൊണ്ടുമാണ്. അത് നമ്മുടെ കുഴപ്പമാണ്, വേറെ ആരുടെ കുഴപ്പമല്ല. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവവചനം ഒരു റെഫറൻസ് ഗ്രന്ഥമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറണം. അത് നമ്മൾ വിശ്വസിക്കണം, വായിക്കണം. അപ്പോസ്തല പ്രവർത്തനം 17-ാമത്തെ അധ്യായം ദൈവവചനം ഒരു റെഫറൻസ് ഗ്രന്ഥമായി മാറി അവരുടെ ജീവിതത്തെ, അവരുടെ സ്വഭാവത്തെ രൂപവൽക്കരിച്ചതിനെ കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 17-11 നമ്മൾ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 17-11. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു, കൂടുതൽ മാന്യന്മാരായിരുന്നു. ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇതിന്റെ ബാക്കിനോട് നമുക്കറിയാം. പൗലോസ്ലീഗ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അദ്ദേഹം തെസ്സലോനിക്കായിലെ വചനപ്രഘോഷണം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തെത്തുക, ബെറോയോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുകയാണ്. ബെറോയ സ്ഥലത്ത് തെസ്സലോനിക്കായിൽ തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം നടത്തി അത് അവർ യേശുവിനെ സ്വീകരിച്ചു, മാനസാന്തരപ്പെട്ടു, നവീകരിക്കപ്പെട്ടു. ഇതെല്ലാം കഴിയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ബെറോയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ പറയുകയാണ്. ദൈവവചനം കേട്ടു, ബെറോയോയിലുള്ളവർ ദൈവവചനം കേട്ടു. ആ ദൈവവചനം കേട്ട് അവരുടെ ജീവിതങ്ങളെയെല്ലാം അവർ മാനസാന്തരത്തിലേക്കും നവീകരണത്തിലേക്കും അവരുടെ സ്വഭാവത്തെ സംശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവവചനം അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ടുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യമാണിത്. ഒന്ന് മനസ്സിരുത്തി വായിച്ചേ, അതെന്താ സംഭവം എന്ന്. ഈ സ്ഥലത്തെ എല്ലാവരും ഒരുമിച്ച് വായിക്കാം. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. അവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അനുദിനം വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പരിശോധിക്കുകയും ചെയ്തതിലൂടെ ബെറോയായിലുള്ള ആൾക്കാര് കൂടുതൽ മാന്യന്മാരായി മാറുന്നു. അപ്പൊ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസം വന്നു. ഇന്ന് പല സ്വഭാവങ്ങൾ മാറാത്തതിന് കാരണം എന്താ? ദൈവവചനം അറിയത്തില്ല. മർക്കടമുഷ്ടി മാറാത്ത എന്തുകൊണ്ടാ? ദൈവവചനം മാറുന്നില്ല. മാനസാന്തരപ്പെടാത്ത എന്തുകൊണ്ടാ? ദൈവവചനം അറിയത്തില്ല. ദൈവാനുഭവം ഇല്ലാത്ത എന്തുകൊണ്ടാ? അവർ ദൈവവചനം കേൾക്കുന്നില്ല, അല്ലെങ്കിൽ പരിശോധിക്കുന്നില്ല. അപ്പോൾ ദൈവവചനം ഒരു വ്യക്തി കേൾക്കുമ്പോൾ അവരുടെ സ്വഭാവത്തെ രൂപവൽക്കരിക്കും. സ്വഭാവം നല്ല സ്വഭാവമായി മാറും. അതാണല്ലോ ഇവിടെ പറഞ്ഞത് മാന്യന്മാരായി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പൊ മാന്യമായി ജീവിക്കാനും സുഹൃത സമ്പന്നമായി ജീവിതം നയിക്കണമെങ്കിലും ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ദൈവവചനത്തെ ആധികാരികമായി പഠിക്കണം. അതുപോലെ തന്നെ അവൻ്റെ അനുദിന ജീവിതത്തിൽ ദൈവവചനവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകുമ്പോൾ അവൻ്റെ ജീവിതം മാന്യതയുള്ള ഒരു ജീവിതമായി മാറും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംസ്കാരവും മാന്യതയും ആത്മീയതയും നൽകാൻ ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തെ സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം, പലതിനും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല, ആദരിക്കാൻ പറ്റില്ല, വിട്ടുവീഴ്ച പറ്റില്ല, കൂട്ടായ്മ പറ്റില്ല.
ഇങ്ങനെയുള്ള നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവവചനവുമായി വ്യക്തിപരമായി ഒരു ബന്ധം ജീവിതത്തിൽ പുലർത്തുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വെളിപാടിന്റെ പുസ്തകം 21:5. വെളിപാടിന്റെ പുസ്തകം 21:5. സിംഹാസനത്തിലായിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം, ഒരുമിച്ച് ചേർന്ന്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ പറഞ്ഞു, ഈ വചനങ്ങൾ എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. അപ്പൊ ദൈവവചനം വിശ്വാസയോഗ്യമാണ്, സത്യമാണ്. അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അവന്റെ ജീവിതങ്ങളിൽ നിത്യജീവിതത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ അവനെ ദൈവവചനം പ്രാപ്തമാക്കും. അതുപോലെ തന്നെ അവന്റെ കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും വ്യക്തി ജീവിതങ്ങളെയും എല്ലാം ദൈവവചനം രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് ഇത് വിശ്വസിക്കണമെന്ന് വചനം പറയുക. വെളിപാട് 21:5 അതാ പറയുന്നത്, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. നമുക്ക് വലതുകരം ഉയർത്തി ഈ വചനമേറ്റ് പറയാം. ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ദൈവവചനം വിശ്വാസയോഗ്യമാണ്, അത് സത്യമാണ്. അപ്പൊ സത്യവും വിശ്വാസയോഗ്യവുമായ ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടെ വായിക്കുകയും കൂടെ നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 133 ഖണ്ഡികയിൽ CCC 133 ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. കൂടെയുള്ള വിശുദ്ധ ഗ്രന്ഥ പാരായണം വഴി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മഹത്തായ വിജ്ഞാനം ആർജിക്കാൻ സഭ ക്രിസ്തീയ വിശ്വാസികളെ എല്ലാം ശക്തമായും പ്രത്യേകമായും ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത് വിശ്വാസയോഗ്യമാണ്, സത്യമാണ്. അതുകൊണ്ട് തിരുസഭ നമ്മെ പഠിപ്പിക്കുക, കൂടെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കണം. കൂടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മഹത്തരമായ വിജ്ഞാനം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്കും നവീകരണത്തിലേക്കും നയിക്കും. ഫിലിപ്പി 3:8 പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ട് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫിലിപ്പി 3:8 നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഫിലിപ്പി 3:8 ഇവ മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് വായിക്കാം. ഫിലിപ്പി 3:8 എഫേസൂസ് കഴിഞ്ഞിട്ട് എഫേസൂസിന്റെ ലേഖനം കഴിഞ്ഞ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പൊ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. പൗലോസ്ലീഹ പറയാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതായി ഞാൻ കണ്ടു. അപ്പൊ കൂടെയുള്ള ദൈവവചന വായനയിലൂടെ, ദൈവവചനം പരിശോധിക്കുന്നതിലൂടെ, ദൈവവചനത്തിന് പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതിലൂടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ലഭിക്കും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുന്ന ഒരു വ്യക്തി ബാക്കിയെല്ലാം നിസാരമായി കരുതും. പൗലോസ് അപ്പോസ്തലൻ പറയാം, ഞാൻ ബാക്കിയെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. യേശുക്രിസ്തുവിനാണ് എൻ്റെ ജീവിതത്തിൽ സ്ഥാനവും പ്രയോറിറ്റിയും ഞാൻ നൽകുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ഈ ദൈവവചനം പിതാവായ ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കൂടെ വായിച്ച് നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കാനും
അതുപോലെ തന്നെ പുതുക്കിപ്പണിയാനും ദൈവവചനം നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയ, ഹല്ലേലൂയാം, ഹല്ലേലൂയ, ഹല്ലേലൂയാം. ഹല്ലേലൂയ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 101 ഖണ്ഡികയിൽ CCC 101 അതുകൊണ്ട് ദൈവവചനത്തെക്കുറിച്ച് പിതാവായ ദൈവത്തിൻ്റെ നന്മ കൊണ്ട് നമുക്ക് നൽകുന്നതാണ് എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: സ്വന്തം നന്മയാൽ പ്രേരിതനായി മനുഷ്യർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്താനായി ദൈവം അവരോട് മാനുഷിക വാക്കുകളിൽ സംസാരിക്കുന്നു. മനുഷ്യൻ്റെ ഭാഷകളിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചസ്സുകൾ വാസ്തവത്തിൽ എല്ലാ രീതികളിലും മാനുഷിക ഭാഷണത്തോട് സാധർമ്യമുള്ളവയാണ്. അപ്പോൾ പിതാവായ ദൈവം തൻ്റെ നന്മ കൊണ്ട് തന്നെ തന്നെ വെളിപ്പെടുത്താനായി മാനുഷികമായ വാക്കുകളിൽ നമ്മോട് സംസാരിക്കുന്നതാണ് ദൈവവചനം. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ നന്മയാണ്. അപ്പോൾ ഈ നന്മയുള്ള കൃപയുള്ള പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമുക്ക് മനസ്സിലാക്കി തരാൻ നമ്മോട് താൻ ആരാണ്, ദൈവം ആരാണ്, പിതാവായ ദൈവം ആരാണ്, പിതാവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി തരാൻ മാനുഷികമായി നമ്മുടെ ഭാഷയിൽ നമുക്ക് ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ നമ്മോട് സംസാരിക്കുന്ന ഗ്രന്ഥമാണ് ദൈവവചനം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയ, ഹല്ലേലൂയാം, ഹല്ലേലൂയ, ഹല്ലേലൂയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഹല്ലേലൂയ. ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നമ്മോട് നൽകപ്പെട്ട എല്ലാ വെളിപ്പെടുത്തലുകളുടെയും പരമമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ദൈവം വെളിപ്പെടുത്തിയ സകല കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ ഈ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തെ ഒരു റെഫറൻസ് ഗ്രന്ഥമായി നമ്മൾ മാറ്റിയാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ജീവിതങ്ങളാണ്. നമുക്കറിയാം, വിശുദ്ധരുടെ ജീവിതങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ദൈവവചനത്തിൽ ഊന്നി നിന്ന ഒരു ജീവിതമാണ്. അത് അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ അടയാളമായും നെറ്റിത്തടങ്ങളിൽ പട്ടമായി അണിയിക്കണം. അവ നിങ്ങളുടെ വീടിന്റെ കട്ടിലക്കാലിന്മേലും പടിവാതിലും എഴുതണം. ഇപ്പൊ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. നമ്മൾ എത്രമാത്രം ജാഗരൂകതയോടെ ദൈവവചനം പഠിപ്പിക്കണം, അതുപോലെ തന്നെ ദൈവവചനം നമ്മൾ കേൾക്കണം. അത് വീട്ടിലായിരിക്കുമ്പോൾ, അതുപോലെ യാത്ര ചെയ്യുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയണം, അതിനെക്കുറിച്ച് ധ്യാനിക്കണം എന്ന് ദൈവത്തിന് വചനം പറയാം. വീടിൻ്റെ കട്ടിലപ്പട വഴി എഴുതി വെക്കാൻ പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ദൈവവചനം വീട്ടിൽ എഴുതി വെച്ചാൽ എങ്ങോട്ട് പോയാലും, ഏത് മുറിയിൽ പോയാലും, കടന്നു വന്നാലും, പുറത്തിറങ്ങിയാലും, തിരിച്ചു കയറുമ്പോഴും ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തെ വളരെയധികം ശക്തിപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോവിഡ് കാലത്ത് ഓൺലൈൻ ധ്യാനങ്ങൾ ആരംഭിച്ച സമയത്ത്, ആ സമയത്ത് ഞാനിങ്ങനെ ഒരു വചനം പറഞ്ഞു. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമാണ്. അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. കാരണം നമ്മുടെ തന്നെ ഒരു വചനമാണ്, നെഹമ്യായുടെ ഒരു വചനമാണ്. അപ്പം നമ്മൾ നെഹമ്യായുടെ വചനം നമ്മളുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ. നെഹമ്യ 2:20 അവിടെ എഴുതി വെച്ചു. എന്താണെന്നറിയോ? സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. നെഹമ്യ 2:20. ഇത് വീടിൻ്റെ മെയിൻ സ്ഥലത്ത് ഇങ്ങനെ കയറുന്ന മെയിൻ ഡോറിൻ്റെ പൊക്കത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഈ വചനം എവിടുന്ന് കേട്ടു? ഹല്ലേലൂയ. അപ്പോൾ ഇവർ പറയാണ്, ഈ കോവിഡ് കാലത്ത് വീട്ടിൽ ഇരുന്നപ്പോൾ ഈ നമ്മുടെ ഈ സെൻറ്ററിൽ നിന്നുള്ള ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഏതോ ഒരു ദിവസം ഇങ്ങനെ ഈ വചനത്തെക്കുറിച്ച് പറഞ്ഞു. നെഹമ്യ 2:20. അപ്പോൾ അവർ പറയുക, കോവിഡ് എല്ലാം ബാധിച്ച് വീട്ടിലിരുന്ന സമയത്ത് ബിസിനസ് സ്ഥാപനങ്ങൾ അടഞ്ഞു കടന്നു. അങ്ങനെ പല ഞെരുക്കങ്ങളിലൂടെ
കോവിഡ് ബാധിച്ച് വളരെ സീരിയസ് ആയിട്ടെല്ലാം കിടക്കുന്ന സാഹചര്യം വന്നപ്പോൾ അങ്ങനെ കിടന്ന സമയത്ത് ഈ ഓൺലൈനൊക്കെ ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ ആ ഒരു ദിവസത്തെ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ കണ്ടു. അപ്പോൾ ഈ വചനം കേട്ടു. അപ്പോൾ അത് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞു. കോവിഡ് ആ മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടി. അതുപോലെ തന്നെ പിന്നീട് മറ്റു കാര്യങ്ങളിലെല്ലാം, സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഒരു ശക്തി കടന്നു വരുന്നത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ മെയിൻ കട്ടറയുടെ മുകളിൽ, വാതിലിൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ പോയാലും, വന്നാലും പോയാലും ഈ വചനം കാണും. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ പറയും, നെഹമ്യാ 2:20, സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. സ്നേഹമുള്ളവരെ, ദൈവവചനം പാഴായി പോകുന്നില്ല, അത് ഫലം പുറപ്പെടുവിക്കാതെ പോകുന്നില്ലെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതാ? ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാനും കേൾക്കാനും തുടങ്ങുമ്പോൾ അത് പാഴായി പോകില്ല. നമ്മുടെ ജീവിതത്തെ ആ വചനങ്ങളിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തെ രക്ഷിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാ. നമ്മൾ വിശ്വാസികളായിട്ടും മാമോദിസ സ്വീകരിച്ചും ഈ സഭയിലായിട്ട് വർഷങ്ങളായവരാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ ദൈവവചനം വായിച്ചു തീർക്കാത്തവരിവിടെ ഉണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ദൈവവചനം വായിക്കാത്തവർ കയ്യൊന്നും പൊക്കണ്ട. അപ്പം നമ്മൾ പിതാവായ ദൈവം നമ്മോട് സംസാരിക്കുകയും സന്ദർശിക്കുകയും ചെയ്യുന്ന വളരെ പിതാവിൻ്റെ രക്ഷാകരമായ കാര്യങ്ങൾ മുഴുവനും നമ്മോട് പറഞ്ഞു തരുന്ന, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ കർത്താവ് കടന്നു വരുന്ന വഴിയാണ് ഈ ദൈവവചനം. അപ്പോൾ ഈ ദൈവവചനം വായിക്കാതെ, ഇതുവരെ ഒരു പ്രാവശ്യം പോലും വായിക്കാതെ ഇരിക്കുന്ന ഒരു വിശ്വാസിയാണോ? ഇവിടെ 93 വയസ്സ് പ്രായമുള്ളൊരു ചേട്ടൻ വന്നു. 93 വയസ്സ് പ്രായമുള്ള ചേട്ടനാണ്. ആ ചേട്ടൻ ദൈവവചനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയെല്ലാം മരിച്ചുപോയി, മക്കളുടെ എല്ലാ ഉത്തരവാദിത്തം കഴിഞ്ഞു, വീട്ടിൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഞാനൊരു ക്രിസ്ത്യാനിയല്ലേ, ഇതുവരെ ഈ ദൈവവചനം മുഴുവൻ വായിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ വായിക്കുകയും എഴുതുകയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം ദൈവവചനം മുഴുവൻ എഴുതി. ഇവിടെ വന്ന് കുറച്ച് ദിവസം താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്ക് വരും, 10 ദിവസം താമസിക്കും. അപ്പോൾ ബുക്കൊക്കെ ആയിട്ടാണ് വരുന്നത്, ബൈബിളും ബുക്കായിട്ട് വരും. എന്നിട്ട് മുറിയിരുന്ന് ദൈവവചനം എഴുതുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ദൈവവചനം എഴുതും. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഇത് ദൈവം എന്നോട് സംസാരിക്കുന്നതാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് തിരിച്ചറിവുണ്ടായെന്ന് പറഞ്ഞു. അടുത്ത കാലത്ത് എനിക്ക് തിരിച്ചറിവുണ്ടായി. അന്ന് മുതൽ ഞാനിങ്ങനെ തീരുമാനിച്ചു, ദൈവവചനം വായിക്കുകയും ഒരു ബുക്കിൽ എഴുതുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ആ ചേട്ടൻ, 93 വയസ്സുള്ള ചേട്ടൻ ദൈവവചനം എഴുതി. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു ദിവസം അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ചെന്നപ്പോൾ ഒരു 5-6 ബുക്ക് നിറച്ച് ദൈവവചനം എഴുതി കൊണ്ടുവന്ന് എന്നെ കാണിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം ദൈവവചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു സന്തോഷം ഉണ്ടാകുക എന്നാണ് പറഞ്ഞത്. ആർക്കും തരാൻ പറ്റാത്ത ഒരു അദമ്യമായ ഒരു സന്തോഷം ദൈവം എൻ്റെ ഹൃദയത്തിൽ, പിതാവായ ദൈവം നിക്ഷേപിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയ. വലതിന് വരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ദൈവവചനം നമ്മൾ വായിക്കുകയും പറ്റിയാൽ നിങ്ങളൊരു ബുക്കിൽ എഴുതുകയും ചെയ്തു, ഒരു കുഴപ്പമില്ല, നല്ലതായിരിക്കും അത്. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ആരെയും കാണിക്കാനും ബോധിപ്പിക്കാനല്ല, എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാൻ, എന്നോട് സംസാരിക്കുന്ന പിതാവായ ദൈവത്തോടുള്ള ആ സ്നേഹം കൊണ്ട് ഞാൻ വായിക്കുകയും എഴുതുകയെല്ലാം ചെയ്യുമ്പോൾ അത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഈ ദൈവവചനം മുഴുവനും പാലിക്കാൻ പറ്റില്ല, ഇത് അപ്രായോഗികമായ കാര്യങ്ങളാണ് എന്ന് പലരും പറയും, ചിന്തിക്കും. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോട് ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 30:11 മുതലുള്ള വചനങ്ങൾ. നിയമാവർത്തന പുസ്തകം 30:11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. നിയമാവർത്തന പുസ്തകം 30:11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ
അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല. നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്ന് തരും എന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല. ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്ന് തരും എന്ന് പറയാൻ അത് കടലിനക്കരെയുമല്ല. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. അപ്പൊ ദൈവത്തിന്റെ വചനം പറയാ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റും. ഇത് അപ്രായോഗികമായ ഒരു കാര്യമല്ല ഈ ദൈവവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് വലതുകരം ഉയർത്തി ഈ വചനം പറയാം. 14-ാമത്തെ വചനം പറയാം. 30-14 വലതുകരം ഉയർത്താം. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം, ഈ ചരിത്രം ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഒരു പുസ്തകം നല്ലത് കിട്ടി അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും അതെല്ലാം ഒരു 10-200 പേജുള്ള ഒരു ചെറിയ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ പള്ളിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനസാന്തരപ്പെട്ട അദ്ദേഹം ആ പള്ളിയിൽ അങ്ങനെ താമസിക്കുകയാണ്. ആ പള്ളിയിൽ താമസിക്കുമ്പോൾ അവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അന്ന് സുവിശേഷ വായനയ്ക്കായിട്ട് അച്ഛൻ വായിച്ച വചനം അദ്ദേഹം കേൾക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹം ഒരു വൈദികനല്ലായിരുന്നു, കാരണം അച്ഛനാകാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സന്യാസി, ഒരു ബ്രദറായിട്ട് ജീവിക്കുകയായിരുന്നു. നമുക്കറിയാം ഈ ഫ്രാൻസിസ് അസീസി അന്ന് കേട്ട ഒരു ദൈവവചനമുണ്ട്. അതിങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം നമുക്കത് എടുക്കാം. ക്രിസ്തു ശിഷ്യന്മാരെ ഈശോ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അയച്ചപ്പോൾ അവരോട് പറഞ്ഞ ആ കാര്യങ്ങൾ അന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടപ്പോൾ, മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 9-ാമത്തെ തിലിഖിതം, ഈ വചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഫലം പുറപ്പെടുവിച്ചു എന്ന് നമ്മൾ പിന്നീട് കാണുകയാണ്. നമുക്ക് വായിക്കാം. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. അപ്പൊ ഈ വചനം ആ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം മുഴുവനും അങ്ങനെ വായിച്ചു കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ ചെമ്പോ കരുതി വയ്ക്കരുത്, 2 ഉടുപ്പ് കൊണ്ടുപോകരുത്. ഇതൊക്കെ പ്രായോഗികമാണോ എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഫ്രാൻസിസ് അസീസി ഈ വചനം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, അവർണ്ണനീയമായൊരു ആനന്ദത്താൽ ഫ്രാൻസിസ് അസീസി മാറുകയാണ്. അവർണ്ണനീയമായ ഒരു ദാനം നിറഞ്ഞു, എന്നിട്ട് ഒരു സന്തോഷം നിറഞ്ഞു. ഫ്രാൻസിസ് ഇങ്ങനെ പറയുകയാണ്, ഇത് തന്നെയാണ് എനിക്ക് ആവശ്യം, എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ ഒരു ജീവിതം നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് കർത്താവ് എന്നോട് ഇത് പേഴ്സണലായിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ ഈ കുർബാന കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലിലുണ്ടായിരുന്ന ചെരുപ്പ് അഴിച്ച് എറിഞ്ഞു കളഞ്ഞു, കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് കളഞ്ഞു, പണത്തോടു കൂടിയ പേഴ്സ് കയ്യിലുണ്ടായിരുന്നു, അദ്ദേഹം ആ പേഴ്സ് പണത്തോടു കൂടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഒരേ ഒരു മേലങ്കി കൊണ്ട് മാത്രം തൃപ്തനായി, ബാക്കി വസ്ത്രങ്ങളെല്ലാം കളഞ്ഞു, തണുപ്പിനുള്ള പുതച്ച വസ്ത്രങ്ങളെല്ലാം കളഞ്ഞു. ഒരേ ഒരു മേലങ്കി കൊണ്ട് തൂകൽ പട്ടയ്ക്ക് പകരം അദ്ദേഹം കയറ് അരയെ കെട്ടി അങ്ങനെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കേട്ട വചനം അനുസരിക്കാനും പാലിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം കാണിച്ചു തരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പൊ ദൈവവചനം നമ്മൾ വിചാരിക്കും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇത് പാലിക്കാൻ പറ്റാത്തതല്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇത് പാലിക്കാൻ പറ്റുന്നതാണ്. ഇത് പാലിക്കാൻ പറ്റുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ജീവിതത്തിൽ കടന്നു വരിക എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി കടന്നു വരുമ്പോൾ അനുസരിക്കാൻ പറ്റാത്ത ഒരു വചനവും ഇതിൻ്റെ അകത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലേക്കെല്ലാം നമ്മൾ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ്. വിശുദ്ധ ഗ്രന്ഥവുമായി വളരെ താതാത്മ്യം പ്രാപിച്ച് വചനത്തിൽ നിന്നും അതൊരു റെഫറൻസ് ഗ്രന്ഥമാക്കി മാറ്റി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി എന്ന് നമ്മൾ പിന്നീട് കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷ ജീവിതങ്ങളും ലാളിത്യവും എളിമയും
അതുപോലെ തന്നെ വിശുദ്ധിയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ആദ്യമായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ബെർണാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ബെർണാഡ് എന്ന് പറയുന്ന ഈ വ്യക്തി ഫ്രാൻസിസിൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, ഫ്രാൻസിസിൻ്റെ കൂടെ ഞാൻ ഇനി കൂടുകയാണ്, ഫ്രാൻസിസിൻ്റെ ജീവിതം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇനി പോകുന്നില്ല, എല്ലാം ഉപേക്ഷിച്ച് ഫ്രാൻസിസിൻ്റെ കൂടെ കൂടുക എന്ന് പറഞ്ഞു. ഫ്രാൻസിസിൻ്റെ കൂടെ കൂടു എന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ഇതിൽ വൈകുന്നേരം വന്നു, ഇപ്പം തീരുമാനിക്കണ്ട, രാവിലെ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. രാവിലെ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അതിനുശേഷം ദൈവവചനം എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അരമണിക്കൂർ പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞത്. ഈ ബെർണാഡിനെ അടുത്ത് നിർത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അതിനുശേഷം ദൈവസന്നിധിയിലിരുന്ന് അരമണിക്കൂർ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിന്നെക്കുറിച്ചുള്ള ദൈവഗീതം എന്താണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സന്യാസ സഭ തുടങ്ങാനൊന്നും ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പം നിന്നെക്കുറിച്ച് ഉള്ള ദൈവഗീതം എന്താണ് എന്നറിയാൻ, പിതാവായ ദൈവം എന്താണ് പറയുന്നതെന്നറിയാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അരമണിക്കൂർ പ്രാർത്ഥിച്ച് അതിനുശേഷം ദൈവവചനം അദ്ദേഹം തുറക്കുകയാണ്. ദൈവവചനം അദ്ദേഹം എടുത്തു വായിക്കുക. 3 തവണ അദ്ദേഹം ദൈവവചനം തുറന്ന് എടുത്തു നോക്കിയാണ്. ഇത് ഈ ബെർണാഡിനെ കുറിച്ചുള്ള ദൈവഗീതം എന്ത്, ഫ്രാൻസിസിനെ കുറിച്ചുള്ള ദൈവഗീതം എന്ത്. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ദൈവവചനം തുറന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 19:21 കിട്ടി. മത്തായിയുടെ സുവിശേഷം 19:21 വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ തുറന്നു വയ്ക്കൂ. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. വീണ്ടും ബൈബിൾ അടച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു. ഇനിയും ദൈവഗീതം അറിയാൻ വേണ്ടി ഒന്നുകൂടെ തുറന്നു. സെക്കൻഡ് ടൈം തുറന്നു. ലൂക്കാസ് വിശേഷം 9:3 കിട്ടി. എന്താണെന്ന് നോക്കിയാൽ ലൂക്കാസ് വിശേഷം 9:3 രണ്ടാം പ്രാവശ്യം ബെർണാഡിനെ കുറിച്ചുള്ള ദൈവഗീതം, ഫ്രാൻസിസിനെ കുറിച്ചുള്ള ദൈവഗീതം, ആ കൂട്ടായ്മ എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടി രണ്ടാമത് തുറന്നു. നമുക്ക് വായിക്കാം. അവൻ പറഞ്ഞു യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും മതി. 3-ാമത്തെ വചനം. അപ്പോൾ ഇവനെക്കുറിച്ചുള്ള ദൈവവചനം രണ്ടാമതെടുക്കുമ്പോൾ രണ്ടാം പ്രാവശ്യം കിട്ടിയത് ഈ സമർപ്പണവുമായി ബന്ധപ്പെട്ടൊരു വചനമാണ്. വീണ്ടും ബൈബിൾ അടച്ചു. 3-ാം പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. 3-ാം പ്രാവശ്യം തുറന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 16:24 കിട്ടി. മത്തായിയുടെ സുവിശേഷം 16:24 നമുക്ക് വായിക്കാം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നും പിതാവായ ദൈവം ഈ ബെർണാഡുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമെടുക്കണം, ഇവൻ്റെ സമർപ്പണവും ഫ്രാൻസിസിനോട് ചേർന്നുള്ള സമർപ്പണ ജീവിതവും സത്യമാണോ എന്നറിയാൻ, ദൈവഹിതം എന്താണെന്നറിയാൻ പരിശോധിച്ച് ദൈവവചനം പരിശോധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് സത്യമാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ഫ്രാൻസിസ് പറയുകയാണ്, ആദ്യമായിട്ട് ഒരാൾ വന്നതാണ്, ആകർഷനായി ഒരാൾ വന്നു. അപ്പോൾ ഫ്രാൻസിസ് ഈ 3 ദൈവവചനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ഇതാണ് നമ്മുടെ ജീവിതവും നിയമവും. അപ്പം നമുക്ക് ഒരുമിച്ച് ഈ സമർപ്പണ ജീവിതം ആരംഭിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാണ് നമ്മുടെ ജീവിതവും നമ്മുടെ നിയമവും, നമ്മുടെ മാത്രമല്ല ഇനി നമ്മോട് കൂടെ ചേരാനിരിക്കുന്നവരുടെയും. ഫ്രാൻസിസ് പറയാ, നമ്മുടെ മാത്രമല്ല ഇനി നമ്മോടൊപ്പം ചേരാനിരിക്കുന്നവരുടെയും ജീവിത നിയമം ഇതാണ്. എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുക. എല്ലാം വിറ്റ് ക്രിസ്തുവിനെ അനുഗമിക്കുക. അപ്പം ഇതാണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇത് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ബെർണാഡിനെ ഫ്രാൻസിസ് സ്വീകരിച്ചു. അങ്ങനെ പിന്നീട് അവരെയെല്ലാം പഠിപ്പിക്കുകയും ഒരുക്കുകയും അങ്ങനെ പിന്നീട് അടുത്ത ദിവസങ്ങളിൽ തന്നെ വേറെ 6 പേരോട് വന്നു. അങ്ങനെ 7 പേരായി. 7 പേരായി കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് ഇവരെ വീണ്ടും ദൈവഹിതം ഇവരെക്കുറിച്ചുള്ള എന്താണെന്നറിയാൻ വേണ്ടി
ദൈവവചനം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇവരെ പരിശീലിപ്പിച്ച് ഇവരെ വിവിധ സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ടെല്ലാം അയച്ചു. ലോകത്തിൻ്റെ 4 ഭാഗത്തിലേക്ക് അയച്ചെന്നാണ് പറഞ്ഞത്. 3 ഭാഗത്തേക്ക് ഇവരെ 3 ഗണമായി തിരിച്ച് ഫ്രാൻസിസ് 3 ഭാഗത്തേക്ക് വിട്ടു. ഒരാളെ കൂടെ കൂട്ടി ഫ്രാൻസിസ് വേറൊരു ദിക്കിലേക്ക് പോയി. 4 ദിക്കിലേക്ക് അങ്ങനെ ഇവരെല്ലാം പോവുകയാണ്. ഒരു കുരിശിൻ്റെ ആകൃതിയിൽ 4 ദിക്കിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിട്ടു എന്നാണ് ഫ്രാൻസിസിനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എണ്ണത്തിൽ കുറവായതിനാൽ നിങ്ങൾ ദുഃഖിക്കരുത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെയോ നിങ്ങളുടെയോ ലാളിത്യം കാരണം നിങ്ങൾ ഭയപ്പെടരുത്. എന്നിട്ട് പറഞ്ഞു, അളവറ്റ കൃപയാൽ ദൈവം നമ്മെ നയിക്കും. അളവറ്റ കൃപയാൽ ദൈവം നമ്മെ നയിക്കും. അതുകൊണ്ട് ഫ്രാൻസിസ് അവരോട് പറഞ്ഞു, ഇനി നമുക്ക് ദൈവം നമ്മെ നയിക്കുമെന്നതിൻ്റെ അടയാളവും അളവറ്റ കൃപ നമ്മുടെ ജീവിതത്തിൽ വർഷിക്കുമെന്നതിൻ്റെ തെളിവായിട്ട് അദ്ദേഹം വീണ്ടും ദൈവവചനം എടുത്തെന്നാണ് പറഞ്ഞത്. ദൈവവചനം തുറന്നു. അപ്പോൾ 4 ദൈവവചനം കിട്ടി. 4 ദൈവവചനം ഒരു റെഫറൻസ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ മാറുകയാണ്. ഒന്നാമത്തെ കാര്യം എഫേസൂസ് 6:10. എഫേസൂസ് 6:10 വചനം പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുറ്റവരാകുവിൻ. എഫേസൂസ് 6:10. രണ്ടാമത്തെ വചനം എന്ന് പറയുന്നത് ഫിലിപ്പി 3:1. കർത്താവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. കർത്താവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. 3-ാമത്തെയും 4-ാമത്തെ വചനം ഒരേ അർത്ഥത്തിലുള്ള വചനങ്ങളാണ്. മർക്കോസ് 1:4, ലൂക്ക 3:3. വചനം പറയാം, നിങ്ങൾ പോകുവിൻ, എല്ലാവരോടും സമാധാനത്തെ പറ്റിയും പാപമോചനത്തിലുള്ള അനുതാപത്തിനെ പറ്റിയും നിങ്ങൾ പ്രസംഗിക്കുവിൻ. അപ്പോൾ തൻ്റെ സഭയെ സംബന്ധിച്ച് ശുശ്രൂഷകരുടെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ, തന്നെ അനുഗമിക്കുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. പിതാവായ ദൈവത്തോട് ആലോചന ചോദിച്ചു. അത് ദൈവവചനത്തിലൂടെ 4 ദൈവവചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. 1, കർത്താവിൻ്റെ ശക്തിയിൽ പ്രാഭവത്തിൽ കരുത്തുള്ളവരായിട്ട് മാറണം. 2, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ഒരു ശിഷ്യൻ, യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്നവൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. യേശുവിനെ അനുഗമിക്കുന്നവൻ നിരാശപ്പെട്ട് കഴിയാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. 3-ാമത്തെ കാര്യം പറയാം, നിങ്ങൾ സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കണം. പാപമോചനത്തിലുള്ള അനുതാപം നിങ്ങൾ പ്രസംഗിക്കണം. അനുതാപത്തിലേക്ക് ആൾക്കാരെ നയിക്കുക എന്നുള്ളതാണ് ശുശ്രൂഷ എന്ന് പറയുകയാണ്. അപ്പം സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമെന്ന് പറയുന്നത്, ദൈവവചനത്തിന് പ്രാധാന്യം നൽകി ദൈവവചനത്തിൽ നിന്നും ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനുള്ള ശക്തി സ്വീകരിക്കുന്ന ഫ്രാൻസിസിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബം മുമ്പോട്ട് പോകാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കണമെങ്കിൽ ദൈവവചനം നമ്മൾ വിശ്വസിച്ച് പിതാവായ ദൈവം എന്നോട് സംസാരിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് വായിച്ച് അത് ധ്യാനിച്ച് ആ വചനത്തിൽ നിന്നും ശക്തി സംഭരിക്കാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ, ഒരു കുടുംബം തയ്യാറാകുമ്പോൾ, കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രകൾ അനുഗ്രഹപ്രദമായി മാറും. പറഞ്ഞേ ഹല്ലേലൂയാം. വലതിരുവേർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പൊ ഈ ദൈവവചനങ്ങളിലൂടെ ഫ്രാൻസിസിനും അദ്ദേഹത്തിൻ്റെ സമൂഹവുമായി ബന്ധപ്പെട്ട ദൈവഹിതം പിന്നീട് രൂപപ്പെടുകയാണ്. അദ്ദേഹം എടുത്ത ചില തീരുമാനങ്ങൾ അദ്ദേഹത്തെ എടുക്കാൻ സഹായിച്ചത് ദൈവവചനമാണ്. അങ്ങനെ ദൈവവചനം ഫ്രാൻസിസിൻ്റെയും കൂട്ടരുടെയും ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ അവരെ തയ്യാറാക്കി, റെഫറൻസ് ഗ്രന്ഥമാക്കി മാറ്റിയപ്പോൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലോകത്തോടുള്ള ഒരു വിരക്തി അവരുടെ ജീവിതത്തിലുണ്ടായി. ലോകത്തോടുള്ള ഒരു വിരക്തി. രണ്ടാമത്തെ കാര്യം, സ്വന്തം ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കാൻ ശക്തിപ്പെടുത്തി. സ്വന്തം ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കാൻ. മൂന്നാമത്തെ കാര്യം, താങ്കളുടെ ശരീരങ്ങളുടെ ആശാനിഗ്രഹങ്ങൾ ചെയ്യാൻ ദൈവവചനം ശക്തിപ്പെടുത്തി. ശരീരങ്ങളുടെ ആശാനിഗ്രഹങ്ങൾ. അടുത്തത്, പ്രാർത്ഥനയിൽ ജാഗ്രത പുലർത്തി ജീവിക്കാനുള്ള 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, ക്ലേശങ്ങളിൽ ക്ഷമയുള്ളവരായി മാറാൻ ദൈവവചനം ശക്തിപ്പെടുത്തി. 6-ാമത്തെ കാര്യം, അധ്വാനങ്ങളിൽ സ്ഥിരോത്സാഹം, മടുപ്പ് കൂടാതെ അധ്വാനിക്കാനുള്ള വലിയൊരു ശക്തി ദൈവവചനം നൽകി. 7-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, സംസാരത്തിൽ മിതത്വം പാലിക്കാൻ
അവരെ ശക്തിപ്പെടുത്തി ദൈവവചനം. അടുത്തത് പെരുമാറ്റത്തിൽ മാന്യത പ്രദർശിപ്പിക്കാൻ. 9ാമത്തെ കാര്യം, നൽകപ്പെടുന്ന സഹായങ്ങളിൽ കൃതജ്ഞതയുള്ളവരായി മാറാൻ അവരെ പ്രാപ്തമാക്കുകയാണ്. അപ്പോൾ 9ഓളം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ആ സമൂഹത്തിന് പ്രത്യേകമായിട്ടും ഒരു ഹെൽപ്പായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ദൈവവചനമാണ്. അങ്ങനെ ആ സമൂഹം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നിയമങ്ങൾ അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ രൂപപ്പെടുത്താനും, അങ്ങനെ ദൈവവചനത്തെ ഒരു റെഫറൻസ് ഗ്രന്ഥമാക്കി മാറ്റിയപ്പോൾ കൂടുതൽ മാന്യതയുള്ളവരായി മാറാൻ. നമ്മൾ നേരത്തെ കണ്ടു, ആദ്യം നമ്മൾ കേട്ടൊരു വചനമാണ് നടപടി പുസ്തകം അപ്പോസ്തല പ്രവർത്തനം 17:11 നമ്മൾ കണ്ടു. തെസ്സലോനിക്കയിലുള്ളവർ അവരെക്കാളും കൂടുതൽ മാന്യതയുള്ളവരായിരുന്നു. ആര്? ബെറോയിലുള്ളവർ തെസ്സലോനിക്കക്കാരിലേക്കാളും കൂടുതൽ മാന്യതയുള്ളവരായിരുന്നു. കാരണം അവർ അനുദിനം ദൈവവചനം പഠിച്ചു, ദൈവവചനം സ്ഥിരം പരിശോധിച്ചു. അപ്പോൾ ഇതുപോലെ ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ ദൈവവചനം വായിക്കാനും ദൈവവചനം ധ്യാനിക്കാനും അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും എല്ലാം തയ്യാറായപ്പോൾ കൂടുതൽ മാന്യതയുള്ള, അതുപോലെ തന്നെ കൂടുതൽ ദൈവകൃപയുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ പ്രത്യേകമായിട്ടും ദൈവം അവരുടെ ജീവിതത്തെ ഒരുക്കി. പറഞ്ഞേ ഹല്ലേലൂയാം. വലുതേരി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവവചനത്തിൽ അവഗാഹം ഉള്ളവരായി മാറണം, അറിവുള്ളവരായി മാറണം, ദൈവവചനത്തിൽ അറിവുള്ളവരായി മാറണം. ഇപ്പം ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യും? കത്തോലിക്കരായിട്ടുള്ള പല ആൾക്കാരും ഒരു 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ അങ്ങോട്ട് മാറി നിൽക്കും. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള തൻ്റെ ഇടവും ഇല്ല, ധൈര്യവും ഇല്ല. പബ്ലിക്കായിട്ട് ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയത്തില്ല. എന്നാൽ നമ്മൾ ദൈവവചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുന്നവരാണ് എങ്കിൽ ഒരു വചനം പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നിങ്ങളുടെ പിള്ളേർ ആദ്യമായി സ്കൂളിൽ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ എടുത്ത് അല്ലെങ്കിൽ പഠിച്ചൊരു വചനം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വചനം എടുത്തിട്ട് ഒരു വചനം പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് അവരുടെ തലയിലൊന്ന് കൈവച്ച് അനുഗ്രഹിച്ചിട്ടൊന്ന് പറഞ്ഞു വിട്ടേ. ആ വചനത്തിൻ്റെ ശക്തിയില്ലേ? ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് പോകുമ്പോൾ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഇല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നു, ഇല്ല വണ്ടി ഓടിച്ചു പോകുന്നു, അപ്പോൾ ഒരു വചനം പറഞ്ഞ് എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത തടസ്സം മാറിയില്ലേ? വചനം അറിയത്തില്ലാത്തതുകൊണ്ടാണ്. വചനം അറിയാമെങ്കിൽ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മേലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ വചനം വായിക്കുകയും വചനം നമ്മുടെ ജീവിതത്തിൻ്റെ റെഫറൻസ് ഗ്രന്ഥമായി മാറി ആ വചനത്തെക്കുറിച്ചുള്ള അവഗാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തടസ്സമില്ല. നമ്മുടെ ജീവിതങ്ങളിലേക്ക് പ്രാർത്ഥന ഒരു അഭിഷേകം കടന്നു വരും. നമുക്കതുകൊണ്ട് വചനങ്ങളിലേക്കെല്ലാം നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ ലിഖിതങ്ങളിൽ വലിയ ഒരു അവഗാഹം നമ്മൾ നേടിയിട്ടില്ല എന്നുള്ളത് വലിയ ഒരു കുറവാണ്. നമ്മൾ കത്തോലിക്കരുടെ വലിയ കുറവാണ്. അതുകൊണ്ട് ആ കുറവുകൾ നമ്മൾ പരിഹരിക്കണം. അപ്പോസ്തല പ്രവർത്തനം 18-ാമത്തെ അധ്യായത്തിൽ 24 മുതൽ 28 വരെയുള്ള വചനങ്ങൾ, അവിടെ നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവഗാഹമുള്ള ഒരു വ്യക്തിയെ നമ്മളവിടെ കണ്ടുമുട്ടുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് അപ്പോളോസ്. എഫേസൂസിൽ വന്നു കഴിയുമ്പോൾ, എഫേസൂസിൽ വചന ശുശ്രൂഷയെല്ലാം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ആ അപ്പോളോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: അവൻ വാഗ്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമാണ്. അപ്പോസ്തല പ്രവർത്തനം 18 ഇനി നമുക്കങ്ങനെ ഒരു ബോധ്യം കിട്ടണമെങ്കിൽ ദൈവം നമ്മെ സഹായിക്കാൻ ആ വചനത്തിൻ്റെ ഒരു അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനം 18:24. ആ ഇടയ്ക്ക് അപ്പോളോസ് എന്നു പേരുള്ള അലക്സാണ്ട്രിയക്കാരൻ ഒരു യഹൂദൻ എഫേസൂസിൽ വന്നു. അവൻ വാഗ്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു. കർത്താവിൻ്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപദേശവും ലഭിച്ചിരുന്നു. അവൻ യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിവുണ്ടായിരുന്നു. എങ്കിലും യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങളിലെ കുറിച്ചുള്ള അവഗാഹമുള്ള ഒരു വ്യക്തി യേശുവിനെ കുറിച്ച് അറിയും.
യേശുവിനെക്കുറിച്ച് തെറ്റുകൂടാതെ പ്രസംഗിക്കാനും ആത്മാവിൽ ഉണർവോടെ വ്യാപരിക്കാൻ യേശുവിനെക്കുറിച്ചുള്ള അറിവ്, വിശുദ്ധ ഗ്രന്ഥവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം ഒരു വ്യക്തിയെ സഹായിക്കും. നമ്മൾ 28-ാമത്തെ വചനം നോക്കിയേ. എന്തെന്നാൽ അവൻ പൊതുസ്ഥലങ്ങളിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യേശു തന്നെയാണെന്ന് തെളിയിക്കുകയും യഹൂദന്മാരെ വാക്കുമുട്ടിക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ അപ്പോളോസിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ യേശുവിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും അറിവില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരുത്തും വന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഒരു പെന്തക്കോസുകാരും വന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ ഗ്യാസ് പോയി. പരിശുദ്ധമയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഹല്ലേലൂയ. ഇത്രേ ഉള്ളൂ, നമുക്കറിയത്തില്ല. ഇതിന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് മറുപടി പറയാനായിട്ടുള്ള ഒരു ഗ്രാഹ്യം നമുക്കില്ല. പക്ഷേ വേറെ പലതിനെക്കുറിച്ചറിയാം. ടെക്നിക്കലായി ചോദിച്ചാൽ എന്നാ വേണേൽ പറയും. ഞാൻ ഇന്നാളൊരു ചേട്ടനെ കണ്ടപ്പോൾ ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കുന്ന ചേട്ടനാണ്. ക്രയോജനിക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ള ഷട്ടിലുകൾ ആകാശത്തേക്ക്, ബഹിരാകാശത്തേക്ക് അയക്കുന്ന അതിൻ്റെ ഒരു വലിയൊരു എഞ്ചിനീയറാണ് പുള്ളി. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷേ ദൈവവചനത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം നമുക്കില്ല. ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ അറിവ് അതുപോലെ വിശാലമാണ്. ഭൗതികമായ അറിവുകൾ വിശാലമാണ്. പക്ഷേ ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഈ അപ്പോളോസിന്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൊതുസ്ഥലങ്ങളിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യേശു തന്നെയാണ് എന്ന് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. വാദിച്ചു. ആരെയും ചോദിച്ചു അതിന് ഉത്തരം കൃത്യമായിട്ട് പറയാനുണ്ട്. അപ്പം നമുക്ക് ഈ ഉത്തരം കൃത്യമായിട്ട് പറയാത്തത് കൊണ്ട് നമ്മൾ മുട്ടിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പൊല്ലാപ്പിന് പോകണ്ടെന്ന് വെച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ ഈ ദിവസങ്ങൾ വായിക്കുന്നത് കൊണ്ടാണ് അതൊക്കെ പറയുന്നത്, ഒരു ലേറ്റസ്റ്റ് പുസ്തകം കിട്ടിയതുകൊണ്ടാണ്. അതിൽ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ കൃത്യതയോടെ അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ, വിശുദ്ധ ലിഖിതങ്ങളുടെ ആഴം അളന്ന് അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ആഴം തിരിച്ചറിഞ്ഞു, അതിൻ്റെ മൂല്യം തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കൂടിയതിൽ വലിയ പണ്ഡിതന്മാരും വന്നു കയറി. പണ്ഡിതന്മാരും വന്നു കഴിഞ്ഞപ്പോൾ ഈ പണ്ഡിതനായ ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന് സ്വയം സമർപ്പിച്ച് അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ ഫ്രാൻസിസിന് അവരെ ബഹുമാനമുണ്ടോ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവവചനം ധാരാളം പഠിച്ച ഒരു വ്യക്തിയെ ഫ്രാൻസിസിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ളവരോട് ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിസ് പറഞ്ഞു, വായിക്കുന്നതിനേക്കാൾ ഉപരിയായി പ്രാർത്ഥിച്ചവനായ ക്രിസ്തുവിനെ പറ്റിയാണ് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നത്. കർത്താവിൻ്റെ വിശിഷ്ട മാതൃകയാണ് അവർ പിൻചെല്ലേണ്ടത്. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞ എന്താ? ദൈവവചനം പഠിക്കുകയല്ല, ദൈവവചനത്തിലുള്ള യേശു പ്രാർത്ഥിച്ചവനാണ്. അപ്പം പ്രാർത്ഥിച്ച യേശുവിനെ കുറിച്ച് പഠിച്ച് പ്രാർത്ഥിക്കുന്നവനായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഫ്രാൻസിസ് പറയുക. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ദൈവവചനം പഠിക്കുന്നവർ പ്രാർത്ഥനയ്ക്ക് കാണിക്കേണ്ട ശുഷ്കാന്തി ഒരിക്കലും അവർ കൈവടിയരുത്. എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിച്ചു, അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കരുത്. എന്നിട്ട് പറയാണ്, പ്രസംഗിക്കാനുള്ള അറിവ് ശേഖരിക്കുന്നതിന് വേണ്ടി ആയിരിക്കരുത് അവർ തിരുലിഖിതങ്ങൾ വായിക്കേണ്ടത്. അപ്പം നമുക്ക് ഒരു ബുദ്ധിപരമായ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ദൈവവചനം പഠിക്കേണ്ടത്. എന്നിട്ട് പറയുകയാണ്, ശ്രവിച്ച ദൈവവചനങ്ങൾ പ്രവൃത്തിപഥത്തിലാക്കി ജീവിക്കാനാണ് ഉത്സാഹിക്കേണ്ടത്. എന്നിട്ട് ഫ്രാൻസിസ് പറയുക, ജീവിതത്തിൽ പരിശീലിച്ചത് മാത്രം അവിചാരിയുമായി നിർദ്ദേശിക്കട്ടെ, സുവിശേഷത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് നമ്മൾ മാറണമെന്ന് പറയുകയാണ്. സുവിശേഷത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറണം. എന്നിട്ട് ഫ്രാൻസിസിൻ്റെ ഈ അറിവ് കിട്ടിയതിനെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് അറിവ് കിട്ടിയതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, തിരുലിഖിതങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനം
തനിക്ക് ലഭിച്ചത് ദൈവത്തിൽ നിന്നാണെന്ന് പറയാണ്. ദൈവത്തിൽ നിന്നാണ് തിരുലിഖിതങ്ങളെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയാനുള്ള അറിവ് കിട്ടിയത്. എന്നിട്ട് അദ്ദേഹം പറയാണ് അതിന് കാരണം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുകരിച്ചത് വഴിയാണ്. തിരുലിഖിതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പൂർണ്ണ സത്യമായ യേശുവിനെ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിലൂടെ സുവിശേഷത്തിൻ്റെ പൊരുളുകൾ തൻ്റെ ജീവിതത്തിൽ കിട്ടിയെന്ന് പറയാണ്. എന്നിട്ട് പറയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും തൻ്റെ ജീവിതത്തിൽ അങ്ങനെ കിട്ടി. അപ്പം സുവിശേഷത്തിലുള്ള യേശുവിനെ അനുകരിച്ചതിലൂടെ വചനമായ ക്രിസ്തുവിനെ കുറിച്ച് അറിയാനും വചനമായ ക്രിസ്തുവിൻ്റെ ആ ജീവിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തയ്യാറായപ്പോൾ വചനത്തിൻ്റെ പൊരുളുകൾ, ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ തൻ്റെ ജീവിതത്തിൽ ലഭിക്കാനിടയായി എന്ന് പറയുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കാൻ നമ്മൾ പോയിരുന്ന് കുറച്ച് സമയം മെനക്കെടണം, നമ്മൾ ചെലവഴിക്കണം. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ദൈവത്തോട് സംസാരിക്കേണ്ടത് പിതാവായ ദൈവത്തോട് സംസാരിക്കണം. നമ്മളിങ്ങനെ ബൈബിളെല്ലാം കൂടുതൽ വായിച്ചു വരുമ്പോൾ അതിൻ്റെ പൊരുള് തിരിച്ചറിയണമെങ്കിൽ ദൈവസന്നിധി പോയിരുന്ന് പ്രാർത്ഥിക്കണം. എവിടെയായാലും ഏകാന്തത ഇരുന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് പിതാവായ ദൈവത്തോട് പറയണം, ഇന്ന് എന്നോട് നീ എന്ത് സംസാരിക്കുന്നു എന്ന് നമ്മൾ ബൈബിൾ തുറക്കണ്ട, അടച്ചു വെച്ചിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കണം. ബൈബിൾ അടച്ചു വെച്ചിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ശാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് വീട്ടിൽ എവിടെ ഇരുന്നാലും പറ്റും. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പിതാവായ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഇന്ന് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്നോട് നീ സംസാരിക്കണം, എന്നോട് നീ സംസാരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ആ സംസാരിക്കുന്നത് ദൈവവചനത്തിൽ നിന്നായിരിക്കും. അപ്പം നമ്മൾ ബൈബിൾ തുറന്നു നോക്കിയാൽ മതി, അത് ഏത് ഭാഗം എന്ത് കാര്യമാണ് നമ്മോട് സംസാരിക്കാവുന്നത്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ, അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വചനമായ യേശുവിനെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ആ വചനത്തിൻ്റെ അന്തരാർത്ഥങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ പിതാവായ ദൈവം തരും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പം ദൈവവചനം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. ദൈവവചനം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ദൈവവചനമായി ഒരു വ്യക്തിപരമായ ബന്ധം വേണം. അതൊരു റെഫറൻസ് ഗ്രന്ഥമായി മാറണം. ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലുള്ള ഒരു സംഭവം പറയാം. അൽവേർണ മലയിലുള്ള ഒരു അറയിൽ അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഏകാന്ത താമസം അവിടെ നടത്തുകയാണ് അൽവേർണ മലയിലെ ഒരു ഗുഹയിൽ. അങ്ങനെ താമസിക്കുമ്പോൾ ഫ്രാൻസിസിൻ്റെ സന്യാസ സമൂഹത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഫ്രാൻസിസിൻ്റെ സ്വന്തം കൈപ്പട കൊണ്ട് കുറച്ച് ദൈവവചനം എനിക്ക് എഴുതി കെട്ടണം. ഫ്രാൻസിസ് വിശുദ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പട കൊണ്ട് എനിക്ക് കുറച്ച് ദൈവവചനങ്ങൾ എഴുതി കെട്ടണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതിന് കാരണം പറയുകയാണ്, അങ്ങനെ എഴുതി കിട്ടുകയാണ് എങ്കിൽ താൻ അനുഭവിക്കുന്ന ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള പ്രലോഭനങ്ങൾ അതുവഴിയായി പൂർണ്ണമായും മോചനം ലഭിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം വളരെയധികം കുറയും. അപ്പോൾ ഈ പ്രലോഭനങ്ങൾ തൻ്റെ ജീവിതത്തിലുള്ളത് വിട്ടുപോകാൻ, അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയണം, അതിനുവേണ്ടി ഫ്രാൻസിസ് എനിക്ക് ദൈവത്തിന് എഴുതി തരണം. പക്ഷെ ചോദിക്കാൻ ധൈര്യമില്ല. പുള്ളിക്ക് ചോദിക്കാൻ ധൈര്യമില്ല. ആ സമയത്ത് ഈ സമർപ്പിത സഹോദരൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒരു പ്രലോഭനത്തെ അതിജീവിക്കണം, ദൈവത്തിന് ആവശ്യമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഫ്രാൻസിസ് അസീസിക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ്. പരിശുദ്ധാത്മാവ് ഫ്രാൻസിസ് അസീസിക്ക് പറഞ്ഞു കൊടുത്തു. ഈ മനുഷ്യൻ ചോദിക്കാൻ ധൈര്യമില്ല. അതുകൊണ്ട് ഫ്രാൻസിസ് അസീസി ഒരു ദിവസം ഈ സഹോദരനോട് പറഞ്ഞു, ഒരു കുപ്പി മഷിയും കടലാസും കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു കുപ്പി മഷിയും കടലാസുമായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കടലാസും മഷിയായിട്ട് വന്ന ഈ സഹോദരൻ്റെ കയ്യിൽ നിന്നും അത് മേടിച്ച് അതിൽ ദൈവവചനം എഴുതി കൊടുത്തു. എന്നിട്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള കുറച്ച് വചനങ്ങളും കർത്താവിനെ കുറിച്ചുള്ള സ്തുതിപ്പുകളും ഇതെല്ലാം എഴുതി കൊടുത്ത് സ്വന്തം കൈകൊണ്ട് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് അവസാനം തൻ്റെ തന്നെ അനുഗ്രഹ വചസ്സുകൾ അതിലെഴുതി, ബ്ലസ് ചെയ്ത് അതും എഴുതി, അനുഗ്രഹ വചസ്സുകൾ ഇതെല്ലാം എഴുതി അത് തിരിച്ച് സഹോദരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സഹോദര, ഇത് നിൻ്റെ മരണം വരെ നീ കയ്യിൽ സൂക്ഷിക്കണം.
നിന്റെ മരണം വരെ നീ ഇത് നിന്റെ കൈവശം വെക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം സ്വന്തമായി ഫ്രാൻസിസ് അസീസി എഴുതി കൊടുത്ത ഈ അനുഗ്രഹ വചസ്സുകൾ കയ്യിൽ സൂക്ഷിച്ചു, ദൈവവചനം കയ്യിൽ സൂക്ഷിച്ചു. അദ്ദേഹം പറയാണ്, അന്ന് വരെ തനിക്കുണ്ടായിരുന്ന പ്രലോഭനങ്ങളിൽ നിന്നും അദ്ദേഹം വിമുക്തനായി അത്ഭുതകരമായ രീതിയിൽ അതിൽ നിന്നും തൻ്റെ ജീവിതത്തിൽ വിടുതൽ ലഭിച്ചു. പിന്നീട് അങ്ങനെ ഒരു തരത്തിലുള്ള പ്രലോഭനം ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്നേഹമുള്ള ഒരു ദൈവവചനം ഒരു വ്യക്തിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. പിതാവായ ദൈവത്തിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു രൂപാന്തരീകരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവവചനത്തിലൂടെ സംഭവിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെക്കുറിച്ച് തീമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 15-17 വചനങ്ങൾ. തീമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായം 2 തിമോത്തി 2:15 തൊട്ടുള്ള വചനങ്ങൾ. 2 തിമോത്തി 2:15 തൊട്ടുള്ള വചനങ്ങൾ. സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവ തിരുമുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക. ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ഹിമേനോസും ഫിലോത്തോസും. അടുത്ത് വായിക്കാം. പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു. ചിലരുടെ വിശ്വാസത്തെ അവർ തകിടമറിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു: കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടായിരിക്കും. അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനാഥന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യമായ വിശുദ്ധ പാത്രമാകും. അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് നീ ഓടിയകലുവിൻ. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവ ലക്ഷ്യമേക്കുക. അപ്പൊ ദൈവത്തിന് വചനം പറയാം, ഒരുവൻ തൻ്റെ നികൃഷ്ടാവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിച്ചാൽ അവനെ ദൈവം ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയ ഒരു വ്യക്തിയായി മാറ്റും. ഗ്രഹനാഥന് പറ്റിയ പ്രയോജനമുള്ള ഒരു വിശുദ്ധ പാത്രമായി ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റുമെന്ന് വചനം പറയുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവം തൻ്റെ വചനത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും. എല്ലാ മോഹങ്ങളും, യുവസഹജമായ മോഹങ്ങൾ ഉപേക്ഷിക്കാനുള്ള വലിയൊരു കൃപ ദൈവവചനത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, 2-3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു അപ്പനും മകനും ഇവിടെ വന്നത് ഞാൻ ഓർക്കുകയാണ്. അപ്പനും മകനും, അവന് ജോലിയില്ല. അപ്പൻ വിളിച്ചുകൊണ്ട് വന്നാണ് ഇവനെ, ജോലിയില്ല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. നല്ല ജോലി ഉണ്ടായിരുന്നതാണ്, പക്ഷേ നല്ല ജോലിയില്ല. അവൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടുമില്ല. വയസ്സിപ്പം 39 വയസ്സായെന്ന് പറഞ്ഞു. 39 വയസ്സായി, കല്യാണം കഴിഞ്ഞിട്ടില്ല, ജോലിയില്ല. എൻജിനീയറാണ്, പക്ഷേ അവന് ജോലി, മെക്കാനിക്കൽ എൻജിനീയറാണ്, പക്ഷേ ജോലിയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ്, അപ്പം കൊണ്ടുവന്നാണ്. അപ്പോൾ ഇങ്ങനെ അപ്പനും മകനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പനും മകനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ജോലി കിട്ടുന്നില്ല, അങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഇവനെക്കുറിച്ചുള്ളൊരു കാര്യം മനസ്സിലാക്കി തന്നു. ഇവന് കല്യാണം കഴിഞ്ഞില്ലെങ്കിലും ഇവൻ അധാർമികമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അപ്പനോട് പറഞ്ഞു, അപ്പം ഒരു കാര്യം ചെയ്യുക, അപ്പം പുറത്തിറങ്ങിപ്പോക്കോ, ഞാൻ ഇവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു.
അപ്പോൾ ഇവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം, ഇവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കല്യാണം വന്നു. അതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ പെൺകുട്ടിയായിട്ട് ഇവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത്, ബോംബെയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് അവളെ വിളിച്ചു വരുത്തി രണ്ടുപേരും ഒരുമിച്ച് താമസം ആരംഭിച്ചു. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, അതൊക്കെ പിന്നീട് നടത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. 5 മാസം കഴിഞ്ഞ് നടത്താൻ തീരുമാനിച്ചു. അവളെ വിളിച്ചു വരുത്തി ഒരുമിച്ച് താമസം ആരംഭിച്ചു. അപ്പോൾ ഇവന് അങ്ങനെ താമസം ആരംഭിച്ച് പിന്നീട് ഇവന് എന്ത് ചെയ്തു, ഈ പെണ്ണ് ആവശ്യപ്പെടുന്നെല്ലാം മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. ഐഫോൺ വേണമെന്ന് പറഞ്ഞു, അത് മേടിച്ചു കൊടുത്തു. അവൾക്ക് ജോലിക്ക് പോകാൻ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞു, അത് മേടിച്ചു കൊടുത്തു. പിന്നെ അവൾ പറയുന്ന ചുരിദാർ വേണം, അത് അങ്ങനെ വില കൂടിയ സാധനങ്ങൾ, സ്വർണം വേണമെന്ന് പറഞ്ഞു, അത് മേടിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ സാധനവും ഇവന് ചോദിക്കുന്നെല്ലാം മേടിച്ചു കൊടുക്കുക, ഒരുമിച്ച് താമസിക്കുക. അങ്ങനെ ഇവൻ കടക്കാരനായി. ഇവൻ്റെ കാശെല്ലാം തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തോ സാമ്പത്തിക മാന്ദ്യം അങ്ങനെ എന്തോ കമ്പനിക്ക് വന്നു. അങ്ങനെ കമ്പനി നിന്നു. അങ്ങനെ ജോലി കിട്ടി, ജോലി പോയി. അങ്ങനെ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അവൾ വഴിക്കും പോയി. എന്തെല്ലാം നഷ്ടപ്പെട്ടു? കൊടുത്ത സകല സാധനവും നഷ്ടപ്പെട്ടു. ഐഫോൺ പോയി 2 ലക്ഷത്തിൻ്റെ, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ 1,4 ലക്ഷം രൂപ വന്നു, അത് പോയി. പിന്നെ ഇവൾക്ക് മേടിച്ചു കൊടുത്ത കമ്മൽ, സ്വർണം, അത് പോയി. ഡ്രസ്സ് മേടിച്ചു കൊടുത്ത് അത് പോയി. ഇവൻ കടക്കാരൻ, ഇവൻ കുടിക്കാൻ തുടങ്ങി, മദ്യപാനത്തിന് അടിമയായി. അങ്ങനെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലൂടെ ഇവൻ കടന്നു പോവുകയാണ്. വീട്ടുകാർക്ക് ഇത് അറിയത്തില്ല. അപ്പം ഞാൻ ഇവനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഇത് നീ തെറ്റാണ്, പ്രീ മാരിറ്റൽ സെക്സ്, ഇത് തെറ്റാണ്. ദൈവവചനം എല്ലാം പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞവന് മാനസാന്തരപ്പെട്ടു. ഇവൻ കുമ്പസാരിച്ച് ഇവൻ പറഞ്ഞു ഇനി അങ്ങനെ ഒരു ബന്ധമില്ല. അവൾ പോവുകയും ചെയ്തു. ഇവൻ ഡിപ്രഷനിലാണ്. അങ്ങനെ അവൻ്റെ ജീവിതത്തെ അവൻ നവീകരിക്കാനും അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തെ പുതുക്കി പണിയാൻ, പരിശുദ്ധാത്മാവിലൂടെ പുതുക്കി പണിയാൻ അവൻ തീരുമാനിക്കുമ്പോൾ, ദൈവവചനം കേട്ട് അവൻ്റെ ജീവിതത്തെ നവീകരിക്കാൻ തയ്യാറായപ്പോൾ പിന്നീട് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഇവൻ അങ്ങനെ പോയി അങ്ങനെ പള്ളിപ്പോക്കും പ്രാർത്ഥനയും ദൈവവചനം വായിക്കാനും ജപമാലയെല്ലാം തുടങ്ങിയപ്പോൾ ഇവനെ ഒരു അമേരിക്കൻ കമ്പനിക്കാർ ജോലിക്ക് വിളിച്ചു. ഇവൻ ബോംബെക്കാരനാണ്. അങ്ങനെ ബോംബെയിൽ അങ്ങനെ ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി കിട്ടി. അവൻ അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ കിട്ടി. അവൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അത് വിശ്വസിച്ചു, കുമ്പസാരിച്ചു, നവീകരിച്ചു. പ്രാർത്ഥനയുടെ ജീവിതം, പാപത്തിൻ്റെ ജീവിതം ഉപേക്ഷിച്ചു. അങ്ങനെ അവൻ്റെ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്നും വിടുതൽ പ്രാപിച്ചപ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തെ ഇടപെടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തിമോത്തി 2:21 വായിക്കാം. 2 തിമോത്തി 2:21 നമ്മളിപ്പം വായിച്ചതാണ്. 2 തിമോത്തി 2:21. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനാഥന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും. അതിനാൽ യുവ സഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക. പരിശുദ്ധമായ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ. ദൈവവചനം ജീവിതത്തിൽ പാലിക്കുമ്പോൾ, ദൈവവചനം ഒരു റെഫറൻസ് ഗ്രന്ഥമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറുമ്പോൾ അതവനെ മാനസാന്തരത്തിലേക്ക് നയിക്കും. അതവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം വീണ്ടെടുക്കാൻ അവൻ്റെ ജീവിതത്തെ സഹായിക്കും. അതുകൊണ്ട് 2 തിമോത്തി 3:15-17 വചനങ്ങൾ, 2 തിമോത്തി 3:15-16-17 വചനങ്ങൾ വായിക്കാം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും
തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പ്രാപ്തനാവുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ദൈവത്തിന് വചനം പഠിപ്പിക്കുക. നമ്മൾ ബാല്യം മുതലേ നമ്മൾ പഠിച്ചറിഞ്ഞ ഈ ദൈവവചനം നമ്മൾ രക്ഷ പ്രാപിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. രക്ഷ പ്രാപിക്കാൻ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദരിക്കണം. ദൈവവചനവുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മെ തിരുത്താനും അതുപോലെ തന്നെ നീതിയിലുള്ള പരിശീലനത്തിനുമെല്ലാം നമ്മുടെ ജീവിതത്തെ സഹായിക്കും. അതുകൊണ്ട് ദൈവവചനം ഇന്ന് നമ്മുടെ ജീവിതത്തെ ഒരു റെഫറൻസ് ഗ്രന്ഥമാക്കി നമ്മൾ മാറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കർത്താവ് തരും. നിയമാവർത്തന പുസ്തകം 9:10-11 വചനങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ റെഫറൻസ് ഗ്രന്ഥമാക്കി മാറ്റാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 30:9-10 തിരുലിഖിതങ്ങൾ. വായിക്കാം, ഒരുമിച്ച് വായിക്കാം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും. ധാരാളം മക്കളും കന്നുകാലികളും സമൃദ്ധമായി വിളവും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കു കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. ദൈവത്തിന് വചനം പറയാം, നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും സർവശക്തിയോടും കൂടെ നിന്റെ ദൈവത്തിന്റെ നേരെ തിരിയണം. അതുപോലെ ദൈവത്തിന്